അങ്ങനെ പറഞ്ഞ് ആടിയും പാടിയും ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചുമൊക്കെ ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടി ഇറങ്ങുകയാണ്. സ്വർണ്ണക്കപ്പിനായി അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആദ്യം കോഴിക്കോടും കണ്ണൂരും കാഴ്ചവെച്ചെങ്കിലും ഇപ്പോൾ കോഴിക്കോടിന് നേരിയ ഒരു മുൻതൂക്കമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം 901 പോയിന്റാണ് കോഴിക്കോട് നിലവിലുള്ളത്. 897 പോയിന്റുമായി കണ്ണൂർ ഒട്ടും പിന്നിലല്ല, തൊട്ട് പിന്നിലായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട്. ഇനി ആതിഥേയരായ കൊല്ലമാകട്ടെ 6ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. അതായത് വടക്കൻ ജില്ലകളാണ് ആദ്യ 5 സ്ഥാനങ്ങളിലുള്ളത്. എന്നാലും ഇന്ന് സമാപന സമ്മേളനം നടക്കാനിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് മറ്റാരുമല്ല, മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. മിഥുൻ മുരളിയാണ് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നത്. മിഥുൻ, പോളി വൈബാണ് കൊല്ലം കഴിഞ്ഞ 5 ദിവസങ്ങളിൽ നൽകിയതെന്ന് നിങ്ങളുടെ റിപ്പോർട്ടിലൂടെയും ഈ തത്സമയത്തിലൂടെയും ഒക്കെ കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഈ 5 ദിവസമായിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും കൊല്ലത്തെ ഓട്ടമെങ്കിലും ഈ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് മിഥുൻ ഓടാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. എന്തായാലും സമാപന ദിവസത്തിലേക്ക് വന്ന് നിൽക്കുകയാണ്. അവിടെ നിന്ന് പറയാൻ കഴിയുന്ന വാർത്തകളും നൽകാൻ കഴിയുന്ന കാഴ്ചകളും എന്തൊക്കെ? അനു, കൊല്ലം കലോത്സവത്തിന്റെ ഒരു പൊടിപൂരം അതിന്റെ കലാശക്കൊട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം കണ്ടവനെ ഇല്ലം വേണ്ടെന്നായിരുന്നു നേരത്തെ പഴമൊഴിയെങ്കിൽ ഇപ്പോൾ കൊല്ലത്തെ കലോത്സവം കണ്ടവനെ ഇല്ലം വേണ്ട എന്നുള്ള ഒരു പുതുമൊഴി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന വിധമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഒരു ആൾക്കൂട്ടമായിരുന്നു ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. കൊല്ലം ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ രാത്രികളിലെല്ലാം ജനസഞ്ചയം തന്നെയായിരുന്നു പ്രധാന വേദികളിലെല്ലാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ആളുകൾക്ക് ഈ കല ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കലാഹൃദയമായിട്ടുള്ള കൊല്ലംകാരുടെ ആ സപ്പോർട്ട് അത് തന്നെയാണ് കൊല്ലത്ത് ഈ കലോത്സവം നടന്നപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം. വേദികളെല്ലാം കഴിഞ്ഞ ദിവസം നടന്നിരുന്ന വേദികളെല്ലാം സജീവമായിരുന്നു, കാണികളാൽ സമ്പന്നമായിരുന്നു. അവർ അകമറിഞ്ഞ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എല്ലാ പ്രോത്സാഹനവും കൊല്ലംകാരിൽ നിന്ന് ലഭിച്ചതിന് ശേഷമാണ് ഇവർ അവർക്ക് ലഭിച്ചിരിക്കുന്ന സമ്മാനവുമായിട്ട് തിരികെ മടങ്ങാൻ ഒരുങ്ങുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആശ്രമത്തെ പ്രധാന വേദിയിലാണ്. ആശ്രമത്ത് പതിവായിട്ട് നടക്കാനിറങ്ങുന്ന കുറേ ചേട്ടന്മാരാണ് എന്നോടൊപ്പം ചേരുന്നത്. അവർ കൊല്ലംകാരാണ്. കൊല്ലം ആതിഥ്യം വഹിച്ച ഈ കലോത്സവം ഏറ്റവും ഭംഗിയായിട്ട് ഒരു കുറവും കൂടാതെ നടത്തി തിരികെ മടക്കി അയക്കാൻ സാധിക്കുന്നതിൻ്റെ കുട്ടികളെയെല്ലാം വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരിക്കുന്ന കുട്ടികളെയെല്ലാം തിരികെ മടക്കി അയക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യവും സന്തോഷമൊക്കെ അവരുടെ മുഖത്ത് കാണാം. എന്തായാലും എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ? കൊല്ലംകാർ തന്നെ, പരിസര പ്രദേശങ്ങളിൽ തന്നെ താമസിക്കുന്നത്? കൊല്ലം തന്നെയാണ്. കൊല്ലം എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ആശ്രമത്തിനോട് ചേർന്നുള്ളവരാണ്. എന്ന് പറയുന്നത് ഈ ചുറ്റളവിലുള്ള എന്ന് പറയുന്നത് അത്ര മനോഹരതയോടുകൂടി ഞങ്ങൾ ഈ കലോത്സവം കണ്ടും കേട്ടും ഇത്ര മനോഹരം വന്നു. അത്രയും മനോഹരത്തോടുകൂടിയാണ് ഈ കലോത്സവം വരവേൽക്കുന്നത്. ഈ കലോത്സവത്തിന് അത്രയും ആവേശം. അത് മാത്രമല്ല, ഓരോ വേദികളും കാണികളാൽ സമ്പന്നമായിരുന്നു. അത് നമ്മുടെ ഒരു അത്രയും നല്ല മനുഷ്യരാണ് കൊല്ലംകാരൻ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കാരണം അത്രയും നല്ല മനുഷ്യർക്ക് മാത്രമേ കലകൾ ഇതുപോലെ ആസ്വദിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അത്രയും കലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. കലയുമായിട്ട് മുമ്പോട്ട് മോള് ഡാൻസിനുണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ തന്നെ ആശാശരത്തിൻ്റെ കൂടെ ഡാൻസിന് ഉണ്ടായിരുന്നു ഉദ്ഘാടന ദിവസം. അങ്ങനെ നമ്മളെ ക്ലബിലുള്ള മിക്കുള്ളവരെയും നമ്മുടെ നാട് കലോത്സവം ഇത്രയും ഭംഗിയായിട്ട് നടത്തിയതിനെ പറ്റി എല്ലാവരും ചുരുങ്ങിയ വാക്കുകൾ എന്താണ് പറയുന്നത്? ഏറ്റവും നല്ല പരിപാടിയായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ ഏറ്റവും നല്ല പ്രത്യേക ഉള്ള ഒരു ഇതായിട്ട് തോന്നി, ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. നമുക്ക് എല്ലാവർക്കും ഇവിടെ സ്ഥിരം മുടങ്ങാതെ വരാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നി. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നല്ല സ്ഥിരം നടക്കാനൊക്കെ വരുന്ന ആളുകളാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ, ആശ്രമം AFC അസോസിയേഷൻ, ആശ്രമം ഫ്രണ്ട്സ് ക്ലബ്ബ്. അതേപോലെ തന്നെ നമ്മളെ കേരളത്തിൽ ഇത്രയും കലോത്സവം നടന്നതിൽ ഇത്രയും ക്രൗഡ് വന്ന ഒരു ജില്ല കൊല്ലം ജില്ല അല്ലാതെ വേറെ ഒരു ജില്ലയില്ലെന്ന് ഞാൻ 100% പറയുന്നത്. അതാണെങ്കിൽ ഇനി 15 വർഷം 20 വർഷം ഒന്നും പോണ്ടി വരത്തില്ല. 2-3 വർഷത്തിൽ കലോത്സവം ഇവിടെ തന്നെ കൊണ്ടുവരും, വരണമെന്ന് പറയും. മന്ത്രി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ മുകേഷ് MLA ആയാലും എല്ലാവരും പറയുന്നുണ്ട്. കൊല്ലം എന്ന് പറഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കൊടുത്താൽ കൊല്ലത്ത് കിട്ടുന്നത് മാത്രമല്ല, കൊല്ലംകാരുടെ സ്നേഹം അനുഭവിച്ചിട്ടാണ് ഓരോ നാട്ടുകാരും തിരികെ പോകുന്നത്. അവർക്ക് അത്രയും പ്രിയപ്പെട്ടവരായി മാറി കൊല്ലംകാർ. എന്താണ് നമുക്ക് അനുഭവിക്കാൻ പറ്റിയത്? പുറം നാട്ടുകാരിൽ നിന്ന് വന്ന മറ്റു ആ നാടുകളിൽ നിന്നൊക്കെ വന്ന ആളുകളെയൊക്കെ പരിചയപ്പെടാനൊക്കെ പറ്റിയിരുന്നോ? തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഓർഗനൈസേഷനാണ് ഇവിടെ നമ്മൾ കണ്ടത്. നല്ല രീതിയിൽ ഈ കലാപരിപാടികൾ നടന്നു പോകുന്നുണ്ട്. ഇനിയും ധാരാളം ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫൈനൽ ഇന്നലെയൊക്കെ ജനപ്രവാഹമായിരുന്നു ഇവിടെ. ഈ ആശ്രാമം മൈതാനം മുട്ടുസൂചി കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഇവിടെ ജനപ്രവാഹമായിരുന്നു. മഴ പെയ്തിട്ട് പോലും ഇന്നലെ കുറച്ചു നേരം ഒരു അരമണിക്കൂർ മഴ പെയ്തു. എന്നാൽ പോലും ആരും ഇവിടുന്ന് പോകാതെ എല്ലാവരും ഈ പരിപാടി ആസ്വദിക്കാനായിട്ട് ഉടനീളം ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി 12 മണി വരെ ഇവിടെ ഒരു മൈതാനം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയായിരുന്നു. കലകളൊക്കെ ആസ്വദിച്ചായിരുന്നോ? നിങ്ങൾ വേദികളിലൊക്കെ പോയിരുന്നോ? എല്ലാ വേദിയിലും ഞങ്ങൾ പങ്കെടുത്തായിരുന്നു. കംപ്ലീറ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം. ഇന്നലത്തെ നാടോടി നൃത്തമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ജനപങ്കാളിത്തമായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇന്നലെ കാണാനെത്തിയത്.
62ാമത് കലോത്സവം കൊല്ലത്ത് ഏറ്റവും ഭംഗിയായി നടത്തിയതിന് കൊല്ലക്കാരായി ഞങ്ങൾക്ക് അഭിമാനിക്കാം. പിന്നെ എന്താണ് മറ്റു ജില്ലകളിൽ നിന്ന് വന്ന ആളുകളൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെയുള്ള അവസരം ഉണ്ടോ? നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ സ്നേഹം ഏറ്റുവാങ്ങിയിട്ടാണ് അവരെല്ലാം തിരികെ മടങ്ങി പോകുന്നത്. നമ്മുടെ കടകളൊക്കെ ഉണ്ടോ? ഇവിടുത്തെ കടകളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടോ? എന്താണ് നമ്മുടെ കടകളിലൊക്കെ ആളുകൾ വന്നിരുന്നോ? ഞങ്ങളെല്ലാം ഇവിടെ സ്റ്റുഡിയോ ഫീൽഡിലാണ്. അതിനകത്ത് 2 കട നടത്തുന്നുണ്ട്. ഇത് പായിപ്പാടം സ്റ്റോറ്, അത് പ്രദീപ് ഫ്ലവർ മാർട്ട്. പക്ഷേ ഞങ്ങൾ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ ഇന്ന് ഞങ്ങൾ 2 ക്ലബ്ബാണ്, ജയൻ ഫുട്ബോളും പിന്നെ AFC. ഞങ്ങൾ വൈകിട്ട് 5 മണിക്ക് കലാപ്രതിഭകൾക്ക് വൻപിച്ചൊരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എവിടെ വെച്ചാണ്? ഞങ്ങൾ ഡയസാണ് അപ്പുറത്തുള്ളത്. ആ ഫ്രണ്ടിൽ തന്നെ ഡയസ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നത്. എല്ലാ ദിവസവും രാവിലെ തന്നെ വന്ന് 5 മണി. ഞാനും കാണാറുണ്ട്. ഞാനിവിടെ ആശ്രമ മൈതാനത്ത് രാവിലെയൊക്കെ വരാറുള്ളതാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്ന് നിങ്ങളോട് സംസാരിച്ചത്. ഓപ്പൺ ജിമ്മുണ്ട് അവിടെ. എല്ലാവർക്കും വന്ന് രാവിലെ വരുന്ന എല്ലാവർക്കും അവിടെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്ന ഓപ്പൺ ജിം. കലാകാരന്മാരുണ്ടോ? നമ്മുടെ കൊല്ലത്ത് കല വന്നു. അപ്പോൾ നമ്മുടെ ഒരു കലാഹൃദയം കൂടി ഒന്ന് അവരെ ഒന്ന് അറിയിക്കേണ്ടതുണ്ട് പ്രേക്ഷകരിലേക്ക്. പാട്ട് പാടുന്ന ആളുകളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു പാട്ട് പാടാം. എല്ലാവരും കൂടെ ചേർന്നൊരു പാട്ട് പാടാം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദൈവനാദം കേട്ടു ആമോദരായി. ഇപ്പൊ കോഴിക്കോടാണ് മുന്നിൽ. തൊട്ട് പിന്നാലെ തന്നെ കണ്ണൂരുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ മത്സരത്തിന്റെ തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ നമ്മളും ഉണ്ടായിരുന്നു ചിത്രത്തിൽ. വെള്ളിയാഴ്ച 2ാം സ്ഥാനത്ത് വരെ നമ്മളെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കൊല്ലം 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. പിന്നീടാണ് താഴേക്ക് പിന്തള്ളപ്പെട്ടത്. എന്നാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ കൊല്ലത്തെ കുട്ടികൾക്കും. അതും ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ കൊല്ലത്ത് ഈ കലോത്സവം നടക്കുന്നത് എല്ലാ നല്ല കലാപ്രതിഭകളാണുള്ളത്. കണ്ണൂരും കോഴിക്കോടും ഒക്കെയുള്ള കലാപ്രതിഭകൾക്ക് നല്ലതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും കൊല്ലത്ത് ഒരുപാട് കലകൾക്ക് A ഗ്രേഡ് വാങ്ങിച്ച സ്കൂളുകളുണ്ട്. എല്ലാം അവരെയൊക്കെ നല്ലതുപോലെ അനുമോദിക്കുന്നുണ്ട്. നമുക്ക് 2ാമതോ 3ാമതോ പോയതുകൊണ്ടല്ല, നല്ല കലാപ്രതിഭകളെ ഇതിൽ നിന്ന് വാർത്തെടുക്കണം എന്നാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് 1ാമത് വരണമെന്ന്. പക്ഷേ അതിനേക്കാൾ മികച്ച താരങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. അവർ ഓരോ ജില്ലകൾ, ഏത് ജില്ലയിലായാലും തന്നെയും അത് നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമുക്ക് കൊല്ലത്ത് കിട്ടിയില്ലെങ്കിലും നല്ല നല്ല കലാപ്രതിഭകൾ ഈ കേരള മണ്ണിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ജനപ്രിയ ഐറ്റങ്ങൾക്കെല്ലാം വേദി നിറഞ്ഞിട്ട് പുറത്തു നിന്നുകൊണ്ടാണ് ആളുകൾ ഇത് കണ്ടുകൊണ്ടിരുന്നത്. അതായത് നാടകം, ചവിട്ട് നാടകം, അതുപോലുള്ള ജനപ്രിയ ഐറ്റംസ്, തിരുവാതിര, ഭരതനാട്യം, ഒപ്പന തുടങ്ങിയ മത്സരങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം ഏതായിരുന്നു കണ്ടതിൽ? ഭരതനാട്യമായിരുന്നു. ഭരതനാട്യവും നാടോടി നൃത്തവും ഒക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച മോണാക്ട്, മിമിക്രി, അതിനെല്ലാം ഭയങ്കര ജനസഞ്ചയമായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്നലെ ഞാൻ നാട്ടിൽ കണ്ടിട്ട് പോയിരിക്കുന്നത്. പിന്നെ ഞങ്ങളെ പ്രസിഡന്റ് 2 വാക്ക്. ഇവരുടെ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. രാവിലെ നടക്കാൻ ഇറങ്ങുന്നതൊക്കെ ടീമിന്റെ നിങ്ങളുടെ നേതൃത്വത്തിലാണ്. ഇവിടെ ആരോഗ്യം ഇവിടുത്തെ കൊല്ലംകാർ ഏകദേശം ഈ ആളുകളെല്ലാം പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ആശ്രമം ചുറ്റി നടക്കുന്നതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. മുഖപരിചയമുള്ള ആളുകൾ തന്നെയാണ്. എന്താണ്, കലകൾ ആസ്വദിക്കുന്നു, ശരീരം നല്ല രീതിയിൽ നോക്കുന്നു, അങ്ങനെയൊക്കെ ഒരു അസോസിയേഷനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കല നടന്നു. ഇന്ന് കൊട്ടിക്കലാശം നടക്കുകയാണ്. ആ സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും രാവിലെ 5 മണിക്ക് വന്ന് ഒരു 2.5 കിലോമീറ്റർ ദൈർഘ്യമാണ് ഇതിന് ചുറ്റുമുള്ളത്. ഇത് ഞങ്ങളെല്ലാവരും 5-6 റൗണ്ട് അടിച്ച് ഞങ്ങൾ ആരോഗ്യം സംരക്ഷിക്കും. ആരോഗ്യ സംരക്ഷണം മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ മാനസികമായ ഒരു ഉല്ലാസം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒത്തുകൂടി പരസ്പരം തമാശകൾ പറഞ്ഞ് കൊല്ലത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ളത് കലാപരമായിട്ടുള്ള ചർച്ച ചെയ്ത് തമാശയൊക്കെ പറയും. മാനസിക ഉല്ലാസം കൂടിയുള്ള ഒരു ക്ലബ്ബാണ് നമ്മളെന്ന് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ അസോസിയേഷൻ മാത്രമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ആശ്രമം കേന്ദ്രീകരിച്ചുകൊണ്ട് വേറെയും അസോസിയേഷൻ, ബീച്ച് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അസോസിയേഷൻ, നടൻ ജയൻ, നമ്മൾ ഈ കൊല്ലം ഈ പലരും വാട്സപ്പിലൊക്കെ ട്രോളും ഏത്തക്കപ്പത്തിന് അതിനുവേണ്ടി അടികൂടി ചായക്ക്. അല്ല, അങ്ങനെ ഒരു നാടല്ല നമ്മുടെ, നമ്മളിപ്പോ തെളിയിച്ചിരിക്കുകയാണല്ലോ. ചങ്കുറ്റക്കാരുടെ നാടാണ്. കാരണം ഈ കേരളം മുങ്ങുമ്പോൾ ഈ കേരളത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ചങ്കൂറ്റത്തോടെ ഇറങ്ങിയത് ഈ കൊല്ലക്കാരാണ്. ആ ചങ്കൂറ്റ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ലോകത്തിന് മാതൃകയായിട്ട്, അതായത് അനശ്വര നടൻ ജയന്റെ ഡൂപ്പില്ലാതെ ലോകത്ത് ആദ്യമായി അഭിനയിച്ച ഒരു കലാകാരനാണ് ജയൻ. വേറെ ജാക്കി ചാനോ ഒന്നുമല്ല. കാര്യം അദ്ദേഹമാണ് ആദ്യം കാണിച്ചത്. കാര്യം സംവിധായകൻ പറയുകയാണ് ഇത് മതി, പക്ഷേ ഇല്ല, ആ കലയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആ കല അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിന് ഡൂപ്പ് അങ്ങനെ തെളിയിച്ച ഒരാളുടെ നാട്, പാരമ്പര്യമുള്ള നാടാണ്. ആ പാരമ്പര്യമാണ് നമ്മൾ ഇപ്പോഴും കാണിച്ചുകൊണ്ട്. പാരമ്പര്യത്തിന് ഭേദമുണ്ട്. ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വിമാനം പലർക്കും പേടിയാ, എന്ത് ഈ സാധനം. പക്ഷെ ഞങ്ങളാണ് ഈ ആദ്യമായിട്ട് ഈ ഹൃദയത്തിൽ വിമാനം ഇറക്കിയത്.
ഇവിടെ ഈ തിരുവനന്തപുരം വിമാനത്താവളം ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് വിമാനം ഇറങ്ങിയ മണ്ണാണ് ചങ്കൂറ്റമുള്ള കൊല്ലക്കാർ പറഞ്ഞു ഇവിടെ ഇറങ്ങട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. എന്തിനു പറയുന്നത്? സീപ്ലെയിൻ ആദ്യമായിട്ട് ഇറങ്ങിയത് കൊല്ലത്തില്ലേ? സീപ്ലെയിൻ ആദ്യമായിട്ട് ഇറങ്ങിയ പോലെ എന്തിന് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിഭ ഈ കൊല്ലം ജടായുപ്പാറയിലല്ലേ? അങ്ങനെയുള്ള നിരവധി പ്രത്യേകതയുള്ള സ്നേഹമുള്ളവരുടെ ചങ്കൂറ്റമുള്ളവർ എന്തും വരട്ടെന്നും പറഞ്ഞ് ഒത്തൊരുമയോടുകൂടി ഈ കേരളം പൊന്നുപോലെ നോക്കുന്നത് ഞങ്ങളായിരിക്കും, ഈ കൊല്ലക്കാരായിരിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം വന്നാലും അത് നമ്മൾ പുഷ്പം പോലെ എല്ലാ വർഷവും നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ളത് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാ വർഷവും കലോത്സവം കൊല്ലത്ത് നടത്തണമെന്നാണ് കൊല്ലംകാരുടെ ആഗ്രഹം. ആ ആഗ്രഹം തന്നെയാണ് എനിക്കുമുള്ളത്. കാരണം ഞാൻ 5 ജില്ലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജില്ലയായിട്ട്, ഒരു നാടായിട്ട് മാറിയ ഒരു സ്ഥലം തന്നെയാണ് കൊല്ലം. നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊല്ലത്തെ സംബന്ധിച്ചിട്ടുള്ള ട്രോളുകളൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല വാസ്തവം. അത് ചില ആളുകളൊക്കെ ഉണ്ടാക്കുന്ന കുപ്രചരണങ്ങളാണെന്നൊക്കെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതൊന്നുമല്ല വാസ്തവം. ഇവർ ഹൃദയശുദ്ധിയുള്ളവരാണ്, നല്ല മനുഷ്യരാണ്, കല ആസ്വദിക്കുന്നവരാണ്. അതൊക്കെ തെളിഞ്ഞിരിക്കുകയാണ്. നല്ല ആതിഥേയരാണ്. അത്രയും ആതിഥ്യ മര്യാദയോടുകൂടി ഇവിടേക്ക് എത്തിയ ജില്ലയുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകളെ സന്തോഷിപ്പിച്ചു വിട്ട ആളുകളാണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. മറ്റു കലാസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടോ ഈ കൂട്ടത്തില്? എന്താണ് പാട്ടല്ലാതെ എന്താണ്? ഒരു പാട്ടൂടെ പാടാം. ഒരു പാട്ടൂടെ പാടാം. ഇപ്പൊ ഒരു പാട്ടൂടെ പാടാം. എല്ലാവരും ഏറ്റവും വലിയ ഗായകനായി സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. അടിപൊളി, വളരെ മനോഹരം. നേരത്തെ കലോത്സവത്തിൽ വല്ലതൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? നമ്മുടെ പിള്ളേരുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ ആരെങ്കിലുമൊക്കെ? ആരായിരുന്നു? എൻ്റെ മോളുണ്ടായിരുന്നു. ഏത് മത്സരമായിരുന്നു? ഫസ്റ്റ് ദിവസം തന്നെ ആശാശരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഭരതനാട്യത്തിനുണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. രോഷിനി ശിവകുമാറാണ് പേര്, മോളുടെ പേര്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? നല്ല പെർഫോമൻസ് ആയിരുന്നു. മന്ത്രി വരുന്നപ്പം അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിരുന്നു ഡാൻസ് ചെയ്ത്. സ്കൂളാണ് സായി ഡാൻസ് സ്കൂള്, കോയിക്കൽ എന്ന് പറയും, കൊല്ലം കോയിക്കൽ ക്ഷേത്രത്തിനടുത്താണ്. നല്ല രീതിയിൽ പഠിക്കും സായി സ്കൂൾ ഓഫ് ഡാൻസ്. അവിടെയാണ്. കടുത്ത മത്സരമായിരുന്നു അല്ലേ? അടുത്ത മത്സരമായിരുന്നു. +2 പഠിക്കുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യമായിട്ട് ഡാൻസ് എല്ലാം ഉള്ളതാണ് എല്ലാവരും. മറ്റ് ആളുകളൊക്കെ മറ്റ് കലാപരമായിട്ട് കഴിവ് മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് കൊല്ലംകാരൻ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. സംഗീതം 2 പാട്ടുകൾ നമ്മളിപ്പോൾ കേട്ടു. മറ്റ് കലകളൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളുണ്ടോ? അതുകൊണ്ട് മോണാക്ട് ഒക്കെ പറയുന്ന കേട്ടായിരുന്നു. മിമിക്രിയോ? മിമിക്രി ഒക്കെ പറയുന്ന കേട്ടായിരുന്നല്ലോ. മിമിക്രിക്കാരുണ്ടോ? മിമിക്രിക്കാരൊക്കെ ഉണ്ട്. മിമിക്രിക്കാരും മറ്റ് കല ആസ്വദിക്കുന്ന ആളുകളും കലാകാരന്മാരും എല്ലാം ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ പാട്ടുകാരെ മാത്രമേ നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവരുടെ കൂട്ടത്തിൽ കിട്ടിയുള്ളൂ. ഒരു പ്രായമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇവർ രാവിലെ ഈ ശരീര സംരക്ഷണത്തിനും ഒപ്പം കല ആസ്വദിക്കുന്നതിനും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അസോസിയേഷൻ മാത്രമല്ല ഇവിടെയുള്ളത്. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ഇവിടെ വന്ന് 5-8 മാസമായിട്ട് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ അപ്പോൾ പല അസോസിയേഷനുകളും ഇത്തരത്തിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ശരീര സംരക്ഷണത്തിന് വേണ്ടി രാവിലെ ഇറങ്ങി നടക്കുന്നവർ, ബീച്ച് കേന്ദ്രീകരിച്ച് നടക്കുന്ന ആളുകളുണ്ട്, ആ അസോസിയേഷൻ ഉണ്ട്. ഈ ആശ്രമ മൈതാനം ചുറ്റി ശരീരം സംരക്ഷണത്തിന് വേണ്ടി രാവിലെയും വൈകുന്നേരം ഒക്കെ ഇറങ്ങി നടക്കുന്ന കൂട്ടമായിട്ടാണ് അവർ നടക്കുന്നത്. അവർ നടക്കുന്നതിനോടൊപ്പം തന്നെ അവർ കൊച്ചു വർത്താനങ്ങൾ പറയും, മറ്റ് തമാശകൾ പറയും, കളിയും ചിരിയുമൊക്കെ ആയിട്ട് ഒത്തുകൂടും. പിന്നീട് സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലെല്ലാം ഒത്തുകൂടും. എല്ലാവരും ബിസിനസ്സുകാരാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയാണ്ട് ഒരു 10-40 വർഷക്കാലമായിട്ട് കൊല്ലം പട്ടണത്തിൽ ഫ്ലവറിൻ്റെ പരിപാടിയാണ്. കൊല്ലത്തെ ഏറ്റവും വലിയ ഫ്ലവർ ഷോപ്പ് എൻ്റെതാണ്. എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഏത് പൂക്കളുകൾ വേണമെങ്കിലും കൊല്ലത്തിൻ്റെ മനോഹരത സൃഷ്ടിക്കേണ്ട വഴിക്ക് പൂക്കളുടെ ഒരു ലോകം തന്നെ സൃഷ്ടിക്കുന്ന ഒരു കടയാണ് എൻ്റെത്. എന്ന് പറഞ്ഞാൽ ഇത്രയും രീതിയിലെല്ലാം ഏതെല്ലാം സൈസിലെ ഫ്ലവർ വേണോ ഈ ഫ്ലവർ നമ്മളെ കൊല്ലംകാർക്ക് വേണ്ടി കാഴ്ച വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ കൊല്ലത്തിന് അത്രയും മനോഹരതയുടെ മണവും കൊടുത്ത് കൊല്ലത്തെ വരവേൽപ്പ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ കോഴിക്കോട് കലോത്സവം നടന്നപ്പോൾ കോഴിക്കോട് ബിരിയാണി, കോഴിക്കോട് ഹൽവ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തിരക്കി ആളുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ കൊല്ലത്ത് വന്നതിന് ശേഷം ഭക്ഷണം അന്വേഷിച്ച് എൻ്റെ അടുത്ത് ആളുകൾ വരുന്നുണ്ട്. ചേട്ടാ ഇവിടെ എന്താണ് നല്ല ഫുഡ് ഐറ്റംസ് ഉള്ള, കൊല്ലത്തിന്റെ വെറൈറ്റി ഐറ്റംസ് എന്താ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ വന്നിരുന്നോ? അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപദേശം
നൽകി ഏതെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അല്ല, നല്ല വൃത്തിയായിട്ട് നമ്മളിവിടെ ഒരുപാട് ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ഹോട്ടൽ ഇവിടെ ഉള്ള ആനന്ദഭവനുണ്ട്. ആനന്ദഭവനിലൊക്കെ നല്ല മനോഹരമായിട്ട് ഏതൊരു മനുഷ്യനും ചെന്നിരുന്ന് വിശാലമായിട്ട് കഴിക്കാവുന്ന ഒരു ഫുഡാണ് ആനന്ദഭവൻ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ. അത്ര മനോഹരമായിട്ട് അതേ കണക്ക് തന്നെ നമ്മളെ ബീച്ചിൻ്റെ പല ഹോട്ടലുകളുണ്ട്, ബീച്ച് ഓർക്കിഡുണ്ട്, അങ്ങനെ അനേക ഹോട്ടലുകളുണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളുണ്ട്. നമ്മുടെ ഹോട്ടലിലേക്ക് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിരുന്നു, ഒരുപാട് ആളുകൾ വന്നിട്ട്. ഞാൻ ചിന്നക്കടയിൽ ഇന്നലെ രാത്രിയിൽ വലിയ തിരക്ക് കണ്ടു. അവിടെ നൈറ്റ് ലൈഫ് ആകെ കൊല്ലത്തുള്ളത് ചിന്നക്കടയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണഗതിയിൽ. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കായിരുന്നു അവിടുത്തെ തട്ടുകടലിലൊക്കെ. ചേട്ടൻ്റെ ഹോട്ടലിലേക്കൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ തീർച്ചയായിട്ടും ബോയ്സ് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കട വരുന്നത്. കടവൂർ ഭാഗമായിട്ട് ഇവിടെ നിന്ന് നല്ല ഒരു പങ്ക് ആൾക്കാർക്ക് അവിടെ നമ്മൾ ഭക്ഷണം കൊടുത്തു വിടാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്, വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ കൊല്ലത്ത് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ അന്വേഷിച്ചും ആളുകൾ വരുന്നത്. രണ്ട് കാര്യങ്ങളാണ് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, നല്ല ഫുഡ് എവിടെ കിട്ടുമെന്നുള്ള ഫുഡ് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. രണ്ട്, നമുക്ക് കൊല്ലത്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ. കാരണം അങ്ങ് മലബാർ മേഖലയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആളുകൾ 2 ദിവസം കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞിട്ട് കൂട്ടമായിട്ട് മറ്റു മത്സരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോകുള്ളൂ, മത്സരാർത്ഥികളുടെ കൂടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഏതൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടെ കൊല്ലത്ത് കാണാൻ പറ്റുന്നത്. നിങ്ങൾ കൊല്ലംകാരെന്ന നിലയിൽ മറ്റു പ്രേക്ഷകരോട് കൂടി ഏതൊക്കെ സ്ഥലങ്ങളാണ് കൊല്ലത്ത് ഏറ്റവും മികച്ച കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെന്നും കൂടി ഒന്ന് വിശദീകരിക്കും. മൺറോത്തുരത്തുണ്ട്, പിന്നെ ചാമ്പ്രാണിക്കുടിയുണ്ട്, പിന്നെ ജഡായിപ്പാറ. കൊല്ലത്തെ ഏറ്റവും ആൾക്കാരെ ആകർഷിക്കുന്ന ജഡായിപ്പാറ, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്, ഇതൊക്കെ കൊല്ലത്തെ ഏറ്റവും മനോഹരമായ ആകർഷണ സ്ഥലങ്ങളാണ്. നമ്മുടെ കിഴക്കൻ വനമേഖലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പത്തനാപുരം, നമ്മുടെ പുല്ലൂരിൽ നിന്ന് പത്തനാപുരത്തോട്ട് പോകുന്ന റോഡുണ്ട്. നമ്മൾ അതിലേക്കൂടെ ഒക്കെ പോകുമ്പോൾ അച്ചൻകോവിൽ കൂടെ പോകുമ്പോൾ പാലരുവി, അച്ചൻകോവിൽ, ഇതെല്ലാം ഈ അങ്ങോട്ടുള്ള സ്ഥലങ്ങളെല്ലാം നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. അത് ഒരുപാട് പേരെ ആകർഷിക്കുന്നത് വെച്ചാൽ നമുക്ക് കായലിൽ കൂടെ തന്നെ ബോട്ടിങ്ങിന് പോയി നടക്കാൻ പറ്റും. നടക്കാൻ പോയി കായലിനകത്ത് തന്നെ തട്ടുകടകളും കാര്യങ്ങളുണ്ട്. അത് കേരളത്തിൽ വേറെ എങ്ങും കാണാനില്ല. കൊല്ലത്ത് മാത്രമേ. കൊല്ലത്തിന്റെ പ്രത്യേകത അതാണ് ഏറ്റവും. കൊല്ലത്ത് വന്നിട്ട് ഞാൻ ആദ്യം അന്വേഷിച്ചു പോയത് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും രണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങളും. അപ്പോൾ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കിഴക്കൻ മേഖലയിലേക്ക് പോകണം. 8 മാസമേ ആയുള്ളൂ. അതുകൊണ്ട് ജോലി തിരക്ക് കാരണം കിഴക്കൻ മേഖലയിലേക്ക് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഒന്നാണ് തൂക്കുപാലം, പുനലൂർ തൂക്കുപാലം. അത് കഴിഞ്ഞാൽ തെന്മല ഡാം. അവിടെ എക്കോ ടൂറിസത്തിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ മേഖലയിലെല്ലാം വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. അവിടെ എല്ലാം എല്ലാവർക്കും പോയി കാണാം. ഇവിടുന്ന് പുനലൂർ എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ്. 30 കിലോമീറ്റർ 35 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടുന്ന്. ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശം നടക്കാൻ പോവാണ്. മെഗാസ്റ്റാർ, നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂക്കയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ആവേശം എത്രത്തോളം ഉണ്ട്. ഈ കൊട്ടിക്കലാശത്തോടു കൂടി നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ഇന്നത്തെ നമ്മുടെ കലാമേള ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? എങ്ങനെയാണ്, എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ? കുടുംബക്കാരെല്ലാവരും വരാൻ തയ്യാറായിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് എല്ലാവരും ഇവിടെ വരും. മമ്മൂട്ടിയെ കൊല്ലം ജനത ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. വൈകിട്ട് മമ്മൂട്ടി എത്തുന്നതും കാത്ത് നമ്മൾ അടിപൊളിയാക്കും. നമ്മൾ ഇത്രയും ഭംഗിയാക്കാമെങ്കിൽ കൊട്ടിക്കലാശം നമ്മൾ തകർക്കും, അടിപൊളിയാക്കും. മമ്മൂട്ടി വരുമ്പോൾ മമ്മൂട്ടി ആർദ്രമായി കൊല്ലത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇനിയും കൊല്ലത്ത് മതി കലോത്സവം എന്നുള്ള തീരുമാനമാക്കണം എന്നാണ്. അടുത്ത പ്രാവശ്യം പറയും കൊല്ലത്തിന് നടത്താം. ഇത്രയും മനോഹരമായ നടത്തിയ വേറൊരു ജില്ലയില്ലെന്ന് പറയും. അതാണ്. ഒരു ശല്യങ്ങളും ഇല്ല. നമ്മളെ കൊണ്ടുള്ള ഒക്കുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാര്യം, കൊല്ലക്കാരെന്ന് പറയാൻ ആർക്കും ഒരു ശല്യമില്ലാത്തവരാണ്. നല്ല ആർക്ക് വേണമെങ്കിലും എന്ത് കാര്യങ്ങൾ ഉപകാരങ്ങൾ മാത്രം ചെയ്തു കൊടുക്കണം. എന്ത് വേണമെങ്കിലും എന്ന് പെട്ടെന്ന് ഒരാൾക്ക് ഒരു വഴി പോകണമെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കുകയും അവരെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുകയും അവർക്കൊരു ഫുഡ്. ഇപ്പോൾ ഇവിടെ എത്ര പേര് ഫുഡിന് വേണ്ടി അലഞ്ഞപ്പോൾ ഞാൻ തന്നെ എൻ്റെ വണ്ടിയിൽ തന്നെ കൊണ്ടുചെന്ന് പലവരെയും പല ഹോട്ടലുകളിലും എത്തിച്ചിട്ടുണ്ട്. എന്ന് പറയാൻ ഇന്ന ഹോട്ടലുകൾ വഴിയാണെങ്കിൽ വഴി ചോദിച്ച് വരുന്നവരാണെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവരെ കൊണ്ടുചെന്ന് ആ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഇതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ കൊല്ലക്കാരുടെ ആ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. എന്ന് പറയാൻ ആരെയും അവർ ഉപേക്ഷിക്കത്തില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും പൂർണ്ണമായിട്ടും ചെയ്തു കൊടുക്കുന്നവരാണ് കൊല്ലക്കാർ. എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എന്ന് പറഞ്ഞാൽ കൊല്ലം എന്ന് പറയാൻ എല്ലാവരും ഒരു കൂട്ടായ്മയോട് നിൽക്കുന്നവരാണ്. ആർക്കും എപ്പോഴും ഏത് നിമിഷവും തന്നെയാണ് മറ്റു ജില്ലക്കാർക്കും ഏറ്റവും സന്തോഷമായത്. കൊല്ലത്ത് വന്നിട്ട് കൊല്ലം കണ്ട ഇല്ലം വേണ്ട, അത് ആ ഇല്ലം വേണ്ടെന്നുള്ള കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്നുള്ള ആ പഴഞ്ചൊല്ലി കൃത്യമാണെന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ട്. അതെ, കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലക്കാരുടെ ആ സഹകരണം അതേ കണക്കാണ്. നമ്മൾ ആര് വന്നാലും അവരോട് ആ മാന്യതയായിട്ടൊന്നും അവർക്ക് എന്ത് വേണ്ടെന്ന് സഹകരണം കൊടുക്കുന്ന ഏക വ്യക്തികളാണ് കൊല്ലക്കാർ. ആ കൊല്ലത്തിൻ്റെ ആവേശമായിരുന്നു നമ്മളുടെ കലോത്സവം. ഈ കലോത്സവത്തിന് നമ്മളുടെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി വരുന്നു. മമ്മൂട്ടി വരവേൽക്കാനായിട്ട് ഞങ്ങളുടെ കൊല്ലത്തിൻ്റെ ഫ്രണ്ട്സ് ക്ലബ്ബ്, നടത്ത ക്ലബ്ബ് ഇവിടെ എല്ലാവരും ആവേശമായിട്ട് വൈകിട്ട് വൻ സ്വീകരണം കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ ക്ലബിൻ്റെ വകയായിട്ടായിട്ട്. അടിപൊളിയാക്കാം. ഇത്രയും നമുക്ക് മനോഹരമാക്കാൻ പറ്റുമെങ്കിൽ ലാസ്റ്റ് അവസാന നിമിഷം നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും.
ഇതിനെ കണ്ടിട്ട് നിർത്താനും പറ്റുന്നില്ല. പക്ഷേ ഈ പോളി വൈബ് തന്നെയാണ്. നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ മിഥുൻ അവിടെ നിന്ന് നൽകിയത് വേറിട്ട ഒരു കാഴ്ചയിലേക്കാണ്. ഈ പ്രധാനമന്ത്രി ലക്ഷദ്വീപിലൊക്കെ പോയി അവിടുത്തെ ഒരു ബ്രാൻഡ് അംബാസിഡറായി എന്ന് നമ്മൾ പറഞ്ഞ് നിർത്തിയെടുത്താണ് മിഥുൻ ഈ കൊല്ലത്തെ ടൂറിസം പ്രൊമോഷനുമായിട്ട് ഇങ്ങനെ ആൾക്കാരെയൊക്കെ കൊല്ലംകാരെയൊക്കെ ചേർത്ത് നിർത്തി നമുക്ക് മുമ്പിൽ എത്തിയത്. എന്തായാലും നല്ല തത്സമയ വിവരണമായിരുന്നു, ഒരു വ്യത്യസ്തമായിരുന്നു. കാരണം ഈ കലോത്സവ വേദിയിൽ നിന്നല്ലാതെ കൊല്ലംകാരുടെ ഉള്ളിലുള്ള കലോത്സവ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു.